അനേകം മഹാരഥന്മാരായ പ്രസംഗകർ ഈ മണ്ണിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ജോൺസനെ പോലെ, സാധു സുന്ദർ സിംഗിനെ പോലെയൊക്കെ അനേകം അത്ഭുതങ്ങൾ നടന്ന മണ്ണാണിത്. ലഹരി വിരുദ്ധത്തിനെതിരായി സംസാരിച്ചപ്പോൾ ഈ വേദിയിൽ ഒപ്പമുണ്ടായിരുന്ന മഹാജനങ്ങൾ അവരുടെ കയ്യിലിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഈ മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരു യോഗത്തിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഇവിടെ ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവിക ഭാവം ഉണ്ടാകുവാനും ലഹരിക്കും മറ്റും അടിമപ്പെട്ടു പോകുന്നവരെ പോലും തിരികെ കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ആഹ്വാനം. അതൊരു ഒരു വിഭാഗം, ഒരു കാര്യം മാത്രമാണ്. എന്നാൽ എത്രയേറെ കാര്യങ്ങളാണ് ഈ മണ്ണിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വചനം ഒത്തിരിയേറെ കേൾക്കുന്നവരാണ് ക്രിസ്ത്യാനികളെല്ലാവരും. പക്ഷേ ഹൃദയത്തിൽ പാകമായി എടുക്കുന്ന വചനവും വചനത്തിൻ്റെ വിത്തുകളും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലകൾ നമ്മെ കഴിഞ്ഞുപോയി, നാളെകൾ നമുക്കുണ്ടോ എന്നറിയില്ല. ഇന്നിനു വേണ്ടി, ഇന്നിൻ്റെ നന്മകൾക്ക് വേണ്ടി പുതിയ പ്രതീക്ഷകളും നന്മകളും പേരെയുള്ള യാത്രയാണ് മനുഷ്യജീവിതം. പുതിയ നന്മകളിലേക്കും പ്രതീക്ഷകളിലേക്കും നമുക്ക് യാത്ര ചെയ്യാം. മാരാമൺ കൺവെൻഷൻ നാളെയോടുകൂടി പര്യവസാനിക്കുകയാണ്. 130ാമത് മാരാമൺ കൺവെൻഷൻ. പുതിയ നാളുകളിലേക്ക് നാം ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ വർഷത്തെ മഹായോഗം നമ്മോട് സംബന്ധിച്ചത് എന്തെല്ലാമെന്ന് നമുക്ക് വീണ്ടും പുനർവിചിന്തനം ചെയ്യാം.